നമസ്കാരം. ഇന്നലെ യു എസ് മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്തത് പോസിറ്റീവായിട്ടാണ്. ഡൗ ജോൺസ് 0.15%, S&P 500 0.26%, നാസ്ഡാക്ക് 0.48% പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. യു എസ് GDP-യും അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ഫേവറായിട്ട് വന്നതിന്റെ ആ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് അമേരിക്കൻ മാർക്കറ്റിൽ തുടരുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ട്രംപ് പുതിയ മേഖലകളിലേക്ക് താരിഫ് ഏർപ്പെടുത്തുകയാണ്. ഇന്നലെ ഏർപ്പെടുത്തിയത് സിനിമാ മേഖലയിലാണ്. അമേരിക്കയ്ക്ക് പുറത്ത് നിർമ്മിക്കുന്ന എല്ലാ സിനിമയ്ക്കും അമേരിക്കയിൽ പ്രദർശിപ്പിക്കണമെങ്കിൽ 100% താരിഫ് ഏർപ്പെടുത്തണം എന്നാണ് പുതിയ നിയമം. അതുപോലെ തന്നെ അമേരിക്കയിലെ ഷട്ട് ഡൗണിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഡെമോക്രാറ്റിക്കും റിപ്പബ്ലിക്കൻസും തമ്മിലുള്ള ചർച്ചകൾ തുടരുകയാണ്. സമവായത്തിൽ എത്തിയില്ലെങ്കിൽ അമേരിക്കയിൽ അത് അമേരിക്കൻ മാർക്കറ്റിനും ചെറിയൊരു ഇഷ്യൂ ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിൽ ഗവൺമെന്റ് ഒഫീഷ്യൽസിന് ഏതാണ്ട് നമ്മുടെ ഇവിടെ VRS പോലുള്ള ഒരു പദ്ധതി അവിടെ നടപ്പാക്കുന്നുണ്ട്. അതായത് 2.7 lakhs ആൾക്കാർ ഇതേ തുടർന്ന് റിട്ടയർമെന്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ഇനി ഗാസയും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്ന ട്രംപിന്റെ ഒരു 21 പ്രോഗ്രാംസ് ഉണ്ട്. അത് ഏതാണ്ട് പോസിറ്റീവായി വരുന്നു എന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങളും കാണുന്നുണ്ട്. ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണ്. ഇന്ത്യൻ മാർക്കറ്റ് വീണ്ടും ഇന്നലെയും നെഗറ്റീവ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ നെഗറ്റീവ് ഫ്ലാറ്റ് ആയിട്ടാണ് എല്ലാ ഇന്ത്യയിലെ ഇൻഡീസസുകളും ക്ലോസ് ചെയ്തത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോഴും ഒരു സെല്ലിംഗ് പ്രഷർ നിൽക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി പ്രധാനപ്പെട്ട ഒരു ട്രിഗർ വരാനുള്ളത് ഇൻട്രസ്റ്റ് റേറ്റിനെ സംബന്ധിച്ചുള്ള ഒരു ഡിസിഷനാണ്. അത് നാളെയാണ് വരുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ലിക്വിഡിറ്റി ഒരല്പം ഇംപ്രൂവ് ചെയ്യുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അത് ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ റേറ്റ് കട്ട് പോസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇൻഫ്ലേഷനൊക്കെ ഇന്ത്യയിൽ ഫേവറബിൾ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. മറ്റൊന്ന് ഇന്ന് നിഫ്റ്റിയുടെ ഒരു റീബാലൻസിംഗ് ആണ്. ഇൻഡിഗോയും ഹെൽത്ത് കെയറും നിഫ്റ്റിയിലേക്ക് വരികയും ഹീറോ മോട്ടോർ കോർപ്പ് ഇൻഡസ്ഇൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്നതാണ്. അതുപോലെ നിഫ്റ്റിയിലെ പ്രധാന വെയിറ്റേജ് സ്റ്റോക്കുകളായ HDFC ബാങ്ക്, ICICI ബാങ്ക്, റിലയൻസ് എന്നിവയുടെ വെയിറ്റേജ് ഏതാണ്ട് അല്പം കുറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു ഫണ്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അതുപോലെ നിഫ്റ്റി 50യിലേക്കും ഇന്ന് റീബാലൻസിങ് നടക്കുന്നു. സോളാർ ഇൻഡസ്ട്രീസ്, സീമെൻസ് എനർജി, മസഗോൺ, ഹിന്ദുസിങ്ക് ഒക്കെ നിഫ്റ്റി 50യിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇൻഡിഗോ, ഡാബർ, ICICI പ്രൊഡൻഷ്യൽ ലൈഫ്, സ്വിഗ്ഗി എന്നിവ നിഫ്റ്റി 50ക്ക് പുറത്തു പോവുകയാണ്. അപ്പോൾ റീബാലൻസിങ് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ SBI, ITC, ബജാജ് ഫിനാൻസ് ഇതിന്റെ വെയിറ്റേജ് അല്പം കൂടുകയും ചെയ്യുന്നുണ്ട്. കാര്യമായി നിഫ്റ്റിയിൽ അത് വലിയൊരു റിയാക്ഷൻ ഇന്ന് ഉണ്ടാക്കാനിടയില്ല. എങ്കിലും ഇന്നൊരു റീബാലൻസിന്റെ അത്തരത്തിൽ ഈ തരം സ്റ്റോക്കുകളിൽ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ UST കെയ്നസ് കമ്പനിയുമായിട്ട് ചേർന്നിട്ട് ഏതാണ്ട് ഒരു 3300 കോടിയുടെ ഒരു സെമി കണ്ടക്ടർ പ്ലാന്റ് ഗുജറാത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്നലെ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനെ സംബന്ധിച്ചുള്ള ഡേറ്റ പുറത്തു വന്നിരുന്നു. 4%. ഇതിന് തൊട്ട് മുമ്പിലത്തെ മാസത്തെക്കാട്ടിലും അല്പം കുറഞ്ഞിട്ടുണ്ട്. ഗ്രോത്ത് സ്ലോ ചെയ്യുന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്രധാനമായും മാനുഫാക്ചറിംഗ് ഏരിയയിൽ വന്ന വളർച്ച കുറവാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി മറ്റൊന്ന് ഗോൾഡ് ലോൺ മാർക്കറ്റ് ഏതാണ്ട് 122% വളർച്ചയാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. അതുപോലെ ബ്ലൂ ഡാർട്ട് അവരുടെ ഷിപ്മെന്റ് ചാർജസ് കൂട്ടുന്നു. ടാറ്റ മോട്ടോഴ്സ് JLR സൈബർ അറ്റാക്കിനെ തുടർന്ന് അവരുടെ പ്രൊഡക്ഷൻ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അത് വീണ്ടും പ്രൊഡക്ഷൻ തുടങ്ങുന്നു എന്ന തരത്തിലുള്ള വാർത്ത വരുന്നുണ്ട്. ബെല്ലിന് മറ്റൊരു പുതിയ ഓർഡർ കിട്ടിയിട്ടുണ്ട് 1092 രൂപയുടെ. ഇനി മൊക്കാഡ് ഫാർമ ഇന്നലെ കയറിയിരുന്നു. വ്യാപാര കരാറുകൾ ഉള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഫാർമ പ്രോഡക്റ്റുകളെ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മൊക്കാഡിന് ഇന്നലെ ഗുണകരമായത്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ മൊക്കാഡിന് മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഉണ്ട്. ഇതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഇന്നലെ കയറിയാണ്. ഇതൊക്കെയാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ന്യൂസുകൾ. FISന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ